ഓം ശാന്തി. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും നമ്മളോട് എതിർത്തോ അതല്ലെങ്കിൽ നമ്മളോട് അതിന് കുത്തി പറയേ ദേഷ്യപ്പെട്ട് പറയേ നമുക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ മൂഡ് ഓഫ് ആവും. ആ മൂഡ് ഓഫ് സംഭവിക്കാനാകെ 1 മിനിറ്റേ വേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ. അതേസമയം ആ മൂഡ് ഓഫ് നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകളാണ് വേണ്ടി വരുന്ന മനുഷ്യന്മാർക്ക്. ചിലർക്ക് മണിക്കൂറുകൾ, ചിലർക്ക് ദിവസങ്ങൾ വേണ്ടി വരികയാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാ മനുഷ്യന്മാരും അവനവൻ്റെ പ്രതീക്ഷകൾ മറ്റുള്ളവരെ അർപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികം. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരോട് ഇങ്ങനെ പെരുമാറണം എന്നായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളോട് ഇന്ന രീതിയിൽ പെരുമാറണം എന്നായിരിക്കും. ഈ ഒരു ചിത്രം പരസ്പരം മേച്ചാവാതെ വരുന്ന സമയത്തൊക്കെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. അതെല്ലാം ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അവരതിനെതിർത്തു, മൂഡ് ഓഫായി. ഒരാളുടെ ഒരു കാര്യം നിങ്ങൾ നടത്തിത്തരുമെന്ന് പ്രതീക്ഷിച്ചു, ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു, മൂഡ് ഓഫായി. എന്തെങ്കിലും ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഒരു കാര്യം അവരുടെ പ്ലാൻ മറ്റുള്ളവരോട് പറഞ്ഞു, മാനിച്ചില്ലേ, മൂഡ് ഓഫായി. ഇങ്ങനെ മൂഡ് ഓഫ് ആവാൻ വേണ്ടി ഒരു 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ലോകത്ത് കിട്ടും. പക്ഷേ ആ മൂഡ് ഓഫ് ആവാനുള്ള 100 കൂട്ടം കാര്യങ്ങളിടയിലും എല്ലാ സമയത്തും ഹാപ്പിയായി നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ എനർജീനെ പോസിറ്റീവായിക്കൊണ്ട് ഹൈലി വൈബ്രൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും ആ മൂഡ് എത്ര തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കോട്ടെ, ഈവൻ നമ്മൾ മരിക്കാൻ പോകുന്ന അവസ്ഥയാണെങ്കിലും, ഞാൻ എപ്പോഴും ഓർമ്മിക്കും പരമാത്മാവിൻ്റെ മഹാവാക്യം. ബ്രാഹ്മണൻ അഥവാ ഈശ്വരൻ്റെ കുട്ടിയായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ബ്രാഹ്മണൻ മീൻസ് ഈശ്വരൻ്റെ കുട്ടിയായിട്ട് ഈശ്വരൻ്റെ ആജ്ഞപ്രകാരം സാത്വികമായി ജീവിക്കാൻ തുടങ്ങുന്ന ജീവിതം, അതിനെയാണ് ബ്രാഹ്മണൻ ഞാൻ ഉദ്ദേശിച്ചത്. കർമ്മണേതി ബ്രാഹ്മണ, കർമ്മം കൊണ്ട് ശുദ്ധമായ ജീവിതം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രാണൻ പോയാലും സന്തോഷം പോവരുത് എന്ന് ഈശ്വരൻ പറയും. കാരണം ഒരു മനുഷ്യൻ്റെ സന്തോഷം അവൻ്റെ കയ്യിൽ സ്വയമുള്ള നിധിയാണ്. നമ്മൾ ആ നിധിയെ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഓൾവേസ് ആക്റ്റീവാണ്. ഇനി സപ്പോസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ മൂടി അടയപ്പെട്ടാലും, മീൻസ് മൂഡ് ഓഫ് ആയാലും, 1 മിനിറ്റ് കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ കെയർഫുൾ ആണെങ്കിൽ മാത്രം. നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡായിരുന്ന മമ്മ എപ്പോഴും പറയാറുണ്ട്, ഒരിക്കൽ മമ്മയുടെ അടുത്ത് ഒരു മാതാജി വന്ന് പറഞ്ഞു പോലും, മമ്മ ഒരു 3 ദിവസമായി എനിക്ക് മമ്മോടൊന്നും സംസാരിക്കണം ഞാൻ വിചാരിച്ച് നടക്കുകയാണ്, മനസ്സിൽ ഭയങ്കര ഭാരമാണ്, ഒന്ന് മമ്മോട് സംസാരിച്ചിട്ട് ആ വിഷമം തീർക്കണം ഞാൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പം മമ്മ പറയും, 3 ദിവസമോ? 3 ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ നീ അഥവാ ദേഹത്തിന് പോണ്ടി വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സമയത്തെ മെൻ്റൽ സ്റ്റേജ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അവസാന സമയം ഏതാണോ നമ്മൾ അതുപോലെ ഇരിക്കും നമ്മുടെ അടുത്ത ജന്മം. അവസാന സമയത്തെ സ്ഥിതി മോശമാണെങ്കിൽ അന്തിമ ജന്മത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിട്ട് ദയനീയമായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിനെ ഒരു കാരണവശാലും ദുഃഖിപ്പിച്ച് നിർത്തരുത് എന്ന് മമ്മ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാക്ടിക്കലായിട്ട് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്ത് കാരണം കൊണ്ട് നിങ്ങൾ ദുഃഖിച്ചു എന്നുള്ള കാര്യം സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല, പ്രപഞ്ചത്തിന് അറിയില്ല. നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന വൈബ്രേഷൻസ് അത് നെഗറ്റീവ് ആണെങ്കിൽ, ദുഃഖത്തിൻ്റെ ആണെങ്കിൽ, നിങ്ങൾ ദുഃഖം ആഗ്രഹിക്കുന്നു, നെഗറ്റിവിറ്റി ആഗ്രഹിക്കുന്നു, ഇതാണ് പ്രപഞ്ചത്തിന് അറിയുള്ളൂ. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് അത് ആകർഷിക്കപ്പെടും, അതിൻ്റെ ദാനം നമുക്ക് കിട്ടപ്പെടും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ജീവിതത്തിൽ വിജയം വേണോ, ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ ആവശ്യമുണ്ടോ, നല്ല ആരോഗ്യം വേണോ, സമ്പത്ത് വേണോ, ഒരു കാര്യം സ്വന്തമാക്കിയേ പറ്റൂ. ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പഠിക്കണം. അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി കൊണ്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റായി കൊണ്ട് തരാൻ വിചാരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് മോഷൻ ക്രിയേറ്റ്സ് ഇമോഷൻസ് എന്നാണ്. ഉദാഹരണം പറയാൻ, ഞാൻ ടെൻഷനായി, സ്വാഭാവികമായിട്ട് തലയ്ക്ക് കൈ കൊടുത്തു, ഇരിപ്പായി നമ്മളിങ്ങനെ, എന്താ വേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. സങ്കടം വന്നു, താൻ കരച്ചിലായി. കരഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സങ്കടമുള്ള കാര്യം പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ആരും കരയാറില്ല. കരയുന്നോ, തളർന്നു, വളഞ്ഞു, ഒടിഞ്ഞു, ഒന്ന് തല താത്തിരുന്നു, അല്ലെങ്കിൽ മുഖം താത്തിരുന്നു, അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞു, അല്ലെങ്കിൽ വീണ് കരഞ്ഞു. ഇതൊക്കെയാണ് കരച്ചിലിൻ്റെ ലാംഗ്വേജ്. ദുഃഖം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ബോഡി പോസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ദേഷ്യമാണെങ്കിൽ ആ രീതിയിലുള്ള ബോഡി പോസ്റ്റർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. സന്തോഷമാണെങ്കിൽ ആ രീതിയിലുള്ള ബോഡി പോസ്റ്റർ വരും. വളരെയധികം സന്തോഷമാകുമ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളി പോവുക എന്ന് പറയാറില്ലേ നമ്മൾ. ഞാൻ ഡാൻസ് കളിച്ചു പോകും, സന്തോഷം കൊണ്ട് ഞാൻ നൃത്തം ചവിട്ടിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിസിക്കൽ ആക്ഷനും മൈൻഡും തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴാണോ മനസ്സിന് ഭയങ്കര ടെൻഷൻ, സങ്കടം വരുന്നൊരു കാര്യം ഉണ്ടാവുന്നത്, ആ കാര്യത്തിന് 1 സെക്കൻഡ് 2-3 സെക്കൻഡ് പോസ് ചെയ്തിട്ട് ആ സെക്കൻഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുക. ഇനി അങ്ങനെയുള്ള ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ എന്തെങ്കിലും ഫിസിക്കൽ വർക്കിലേക്ക് മുഴുകുക.
ശാരീരികമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. ചിലർക്ക് കളിച്ചാൽ മതിയാവും, ചിലർക്ക് ഡാൻസ് കളിച്ചാൽ മതിയാവും, ചിലർക്ക് മറ്റേതെങ്കിലും സ്റ്റിച്ചിങ്ങോ അവർക്ക് ഇൻട്രസ്റ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ആ കാര്യം ചെയ്താൽ മറന്നു പോകുന്നൊരു കാര്യം. അങ്ങനെ എന്തെങ്കിലും അത് സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തനത്തിൻ്റെ കാര്യമാവരുത്. ശാരീരികമായിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് മുഴുകണം ആ സമയത്ത്. ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ വരുന്നൊരു ബ്രദർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരില്ല. അവർ ടെൻഷൻ വന്നാൽ ദേഷ്യം വന്നാൽ ചെയ്യുന്ന പണിയൊക്കെ എന്തായിരുന്നു വെച്ചാൽ പോയിട്ട് എന്തെങ്കിലും ഹാർഡ് വർക്ക്, തെങ്ങിൻ്റെ കട കളച്ചിട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ചെടി മുറിക്കോ മരം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, വേറെ ഒന്നും ഇല്ലെങ്കിൽ മാറാലെടുക്കുക, പൊടി വൃത്തിയാക്കുക, വീട് വൃത്തിയാക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു പണിയിൽ പോയിട്ട് അങ്ങ് മുഴുകും. കുറച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് ചിരിച്ചുകൊണ്ട് വരും. ഞാൻ പലപ്പോഴും അവരിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഗുണമാണത്. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും നിങ്ങളുടെ ആ മൂഡ് ചേഞ്ച് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിട്ടുള്ളൊരു സാഹചര്യത്തിലാണെന്ന് വിചാരിക്കുക. മുന്നിലിരിക്കുന്ന ആൾ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മൂഡ് അപ്സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ, ആ സമയത്ത് എവിടേക്കെങ്കിലും പോകാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ബെസ്റ്റ് ഐഡിയ നിങ്ങളുടെ ഈ വിരലുകളുടെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഇതിങ്ങനെ ആക്കുന്നതിലേക്ക് മാറ്റുക, പരസ്പരം നല്ല പ്രഷർ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ വിരലുകളുടെ തുമ്പുകൾ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരെ മുന്നിൽ നിന്നുകൊണ്ടും ചെയ്യാവുന്ന പല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്ന എന്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്തോളൂ. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്, അവർ നമ്മൾ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ കൈകളിതായി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം, അത് അവർ കാണാൻ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ വിരലിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. അതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, വെറുതെ നിങ്ങളുടെ കൈ കൊണ്ട് ഈ വിരലിനെ പിടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധേനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് മാറ്റുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് നമ്മുടെ മൂഡ് ചേഞ്ച് ആക്കാൻ നമുക്ക് സാധിക്കും. ഒരു മിനിറ്റ് സമയം പോലും വേണ്ട, നമ്മുടെ മൂഡിനെ നമുക്ക് മാറ്റാൻ പറ്റും. രണ്ടാമത്തെ, ബ്രീത്തിങ്. ദേഷ്യം വരുമ്പോൾ കിതച്ചു പോകും മനുഷ്യന്മാർ, പേടിച്ചു പോയാൽ കിതച്ചു പോകും മനുഷ്യന്മാർ. സന്തോഷം വന്നാൽ ശാന്തമായി നമ്മുടെ ബ്രീത്തിങ്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്ന സമയത്ത് ബ്രീത്തിങ് നോക്കിയാൽ വളരെ സൂത്തിങ് ആയിരിക്കും. അതേസമയം മറ്റതെല്ലാം എങ്കിലും വളരെ ഹാർഡായിട്ടായിരിക്കും, ടാസ്ക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ശ്വാസം തന്നെ കൊണ്ട് തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ചിലർക്ക് ദേഷ്യപ്പെട്ടാൽ അങ്ങ് കിതച്ച് വിറച്ച് മിണ്ടാൻ പറ്റാണ്ടായി പോകും. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഫാസ്റ്റ് ബ്രീത്തിങ് എപ്പോഴും ദേഷ്യത്തിനെയും മറ്റുള്ള കാര്യങ്ങൾക്കും ഘടകമാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബ്രീത്തിങ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശാന്തമായിരിക്കുന്ന മനസ്ഥിതി, സന്തോഷത്തിൻ്റെ മനസ്ഥിതി, ഇങ്ങനെയുള്ള ഫീലിങ്സിലാണ് വരിക. അതുകൊണ്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണോ നിങ്ങൾക്ക് ഇത്തരത്തിലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് ഒരാൾ ഫോൺ വാങ്ങിച്ചിരിക്കുന്നു, മൊബൈൽ ഫോൺ ഓൺലൈനിൽ വാങ്ങിയതായിരിക്കാം, വേറെ എവിടെയെങ്കിലും വാങ്ങിയതായിരിക്കാം. നമ്മുടെ അടുത്തുള്ള ഒരു കസ്റ്റമർ കെയറിൽ പോയിട്ടായിരിക്കും അതിൻ്റെ സർവീസിന് വേണ്ടി പോകുന്നത്. വാങ്ങിയിട്ട് 1 മാസം പോലും ആയിട്ടില്ല, ആ ഫോൺ വർക്ക് ചെയ്യാതായി. ഈ വാങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദേഷ്യമായിരിക്കും. ഇത്ര പൈസ കൊടുത്ത് വാങ്ങി 1 മാസം പോലും പറ്റാത്ത ആരോടാ ദേഷ്യപ്പെടുക? കസ്റ്റമർ കെയറിലിരിക്കുന്ന ആളുടെ അടുത്ത്. അയാൾ ഡയറക്റ്റ് ആയിട്ട് ആൾക്ക് എന്തായാലുള്ള റോള് ഒന്നുമില്ല, ആൾക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ ആ ഫോൺ കേടായതിൻ്റെ ഉത്തരവാദി ഈ കസ്റ്റമർ കെയറിലുള്ള ആളല്ല. പക്ഷേ ഈ പറയാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമർ കെയറിലുള്ള ആളാണ് അതിൻ്റെ ഉത്തരവാദി. അതുകൊണ്ട് അവരുടെ ദേഷ്യം മുഴുവൻ തീർക്കുക ആരുടെ അടുത്തായിരിക്കും? ഈ കസ്റ്റമർ കെയറിലുള്ള ആളുടെ അടുത്തായിരിക്കും. ഇങ്ങനെ ഇത് കസ്റ്റമർ കെയർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വീട്ടിലുണ്ടാവും പല സാഹചര്യം, ഓഫീസിലുണ്ടാവാം, ബിസിനസ് ഫീൽഡിലുണ്ടാവാം, എവിടെയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുന്നതെങ്കിലും കഴിയുമെങ്കിൽ നമ്പർ 1 ഐഡിയ, അവർക്ക് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തു നോക്കിയാൽ. അത് അവരൊക്കെ പറയുമ്പോൾ സാരമില്ല, സാർ ഒന്നിരിക്കും ഇത്തിരി വെള്ളം കുടിക്കാം, അപ്പോഴേക്കും ശരിയാക്കാന്ന് പറയാം. അവർ വെള്ളം കുടിക്കണമെങ്കിൽ ഫാസ്റ്റായിട്ട് ശ്വസിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റില്ല, സ്വാഭാവികമല്ലേ? അതുകൊണ്ട് സാധാരണയായി തന്നെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ അവർ ശ്വാസഗതി കുറച്ച് സ്ലോ ആക്കിയേ പറ്റൂ, അവരുടെ ശ്രദ്ധ മാറ്റിയേ പറ്റൂ. അതോടെ അവരുടെ ക്രോധം അവിടെ കൺട്രോൾ ആകും അവർക്ക്. ആ ഒരു സമയം കൊണ്ട് ടെക്നോളജീനെ ഡീൽ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, കേടായെങ്കിൽ ശരിയാക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ മനുഷ്യന്മാരുടെ മൂഡ് കേടായാലുണ്ടല്ലോ, അത് ശരിയാക്കിയെടുക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പറ്റും. ഇനി അഥവാ അവർക്ക് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന സാഹചര്യം ഇല്ലെന്ന് വിചാരിക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആ സമയത്ത് അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തു എന്ന് തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ, കുടിക്കാൻ കൊടുത്തോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചോദിച്ചിട്ടോ, ഈ രീതിയിൽ അവരുടെ ശ്വാസത്തിനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ, അവരുടെ ശ്രദ്ധ എന്നെ ഒന്ന് മാറ്റത്തക്ക രീതിയിലുള്ള ഒരു കാര്യം ചെയ്ത് അവർക്കും കുറയും, നമുക്കും ഇത് സ്വയം അവനവനിലും അപ്ലൈ ചെയ്യാം. നല്ല ദേഷ്യം വരികയാണ്, സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. ഞാനൊരു മാനേജറുടെ ഒരു എക്സാമ്പിൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും മീറ്റിംഗ് നടക്കുകയാണ് ഒരു കമ്പനിയുടെ. അവിടുത്തെ MD, മാനേജറല്ല MD, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടെ ഇരിക്കുന്നതായിട്ടുള്ള സ്റ്റാഫിൽ ഒരാൾ ചോദിച്ചു, സാറ് ഇപ്പോൾ വാട്ടർ തെറാപ്പി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത്രേ. അപ്പോൾ ഞാൻ വാട്ടർ തെറാപ്പി എടുക്കുകയല്ല, നിങ്ങളുടെ എല്ലാവരും സംസാരം കേൾക്കുമ്പോൾ എൻ്റെ ടെമ്പർ കൂടിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ കുറയ്ക്കാൻ വേണ്ടി വെള്ളം കുടിക്കുകയാണ്. മീൻസ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം. നല്ല ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് സമാധാനമായിട്ട് ആ വെള്ളം കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ
സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു ദേഷ്യം അവിടെ കുറയും. ബ്രീത്തിങ് ചേഞ്ച് ചെയ്യുമ്പോൾ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് മൂഡ് മോശമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രീത്തിങ് ഫാസ്റ്റ് ആവും. ആ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മറ്റെല്ലാം വിട്ട് 2 മിനിറ്റ് നേരം, പോട്ടെ 1 മിനിറ്റ് സമയം ആ ബ്രീത്തിങ്ങിലേക്ക് ശ്വാസം സ്ലോ ആയിട്ട് വിട്ടാൽ തന്നെ നിങ്ങളുടെ ആ ഒരു മൂഡിനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. 3-ാമത്തെ കാര്യമാണ് മ്യൂസിക്. പാട്ടിന് നമ്മുടെ മൂഡിൽ നല്ല പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുന്ന സാധന. നിങ്ങൾക്കറിയുന്നതായിരിക്കും. ഭഗവാന്റെ മഹാവാക്യത്തിൽ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നല്ല എഫക്റ്റീവായിരിക്കുന്ന കുറച്ച് പാട്ടുകൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കരുതണം. എപ്പോഴെങ്കിലും മൂഡ് ഡിസ്റ്റർബ്ഡ് ആവുകയാണെങ്കിൽ ആ പാട്ടുകൾ കേട്ട് അതിലൂടെ ഭഗവാനെ ഓർക്കാൻ തുടങ്ങിയാൽ തന്നെ മൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് മ്യൂസിക് നല്ല എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. നല്ല പാട്ടുകളുടെ കളക്ഷൻസ് വെക്കുക. എന്നിട്ട് ആ പാട്ട് കേട്ടിട്ട് ആ പാട്ടിൻ്റെ ലോകത്തേക്കൊന്ന് മാറി നോക്കി മൂഡ് പെട്ടെന്ന് മാറ്റാൻ പറ്റും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരാൾ യാത്ര പറഞ്ഞ് പോവുകയെന്ന് വിചാരിക്കും, കുറച്ച് നാളൊക്കെ താമസിച്ച് സന്തോഷിച്ചിട്ട് പോവുക. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും അവർക്ക് യാത്രയയപ്പിൻ്റെ ഒരു പാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ ആ പാട്ടോട് കൂടിയിട്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും കരഞ്ഞും പിരിഞ്ഞൊക്കെ പോകും. ആ സമയത്ത് വല്ല അടിപൊളി പാട്ടൊക്കെ വെക്കുകയാണെങ്കിൽ സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഡാൻസ് കളിച്ച് പോവുകയും ചെയ്യും. പാട്ട് കൊണ്ട് അന്തരീക്ഷത്തിനെ മാറ്റാൻ തന്നെ നമുക്ക് പറ്റും. മൂഡ് മൊത്തം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കല്യാണത്തിനൊക്കെ യാത്രയയപ്പ് കൊടുക്കുന്ന ഒരു ദൃശ്യമാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും കാണാം. ഈ യാത്രയയപ്പിൻ്റെ പാട്ടങ്ങ് വെച്ചിട്ടായിരിക്കും കുട്ടികളെ പറഞ്ഞയക്കുക. അച്ഛൻ്റെ ആശീർവാദം നേടൂ, അമ്മയുടെ ആശീർവാദം നേടൂ, അച്ഛൻ്റെ സ്വത്തല്ലേ നീ, അമ്മയുടെ സ്വത്തല്ലേ, ഇങ്ങനെ ഒരു അർത്ഥമുള്ള ഹിന്ദി പാട്ടുകൾ. ഞാൻ പലപ്പോഴും ഹിന്ദി നാട്ടിലാണ് അങ്ങനത്തെ ഒരു സംസ്കാരത്തിൻ്റെ എഫക്റ്റ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പാട്ടങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും കുറച്ച് കഴിയുമ്പോഴേക്കും കരയാൻ തുടങ്ങും. പിന്നെ ഒരു കരച്ചിൽ ബഹളമായിട്ട് കുട്ടിയെ പറഞ്ഞേക്കുന്നത് കാണാം. ഇങ്ങനെയൊക്കെ പാട്ടിന് വളരെയധികം പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളും നല്ല പാട്ടുകളുടെ കുറച്ച് കളക്ഷൻ വെക്കുക. എപ്പോഴെങ്കിലുമൊക്കെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് ആ പാട്ടൊന്ന് കേട്ടിട്ട് അതൊന്ന് ആസ്വദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മൂഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ 4-ാമത്തെ കാര്യമാണ് ഷിഫ്റ്റിംഗ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം മോശമായത് സംഭവിച്ചെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറി നിൽക്കുക. സ്ഥലം മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈബ്രേഷനിൽ ചേഞ്ച് വരുമല്ലോ, അതും നമ്മുടെ മൂഡിനെ സഹായിക്കും. ഇപ്പോൾ ഒരാളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഘർഷത്തിൻ്റെ സംസാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സംഘർഷത്തിന്റെ സംസാരത്തിന് ഉണ്ടായി കഴിഞ്ഞ് അവർ പോയി അല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഇരിക്കും തോറും വീണ്ടും വീണ്ടും ദ സെയിം മെമ്മറി അഗെയിൻ ആൻഡ് അഗെയിൻ വിത്ത് ഇമോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ വീണ്ടും അതേ ഫീലിങ്സ് മുറിച്ച് ആഴത്തിൽ മുറിക്കും പോലെയായി മാറും. അതുകൊണ്ട് ബെറ്റർ ഐഡിയ കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക. പിന്നെ അങ്ങനെ ഒരു വലിയ സംഘർഷമൊക്കെ ഉണ്ടായെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് 2-3 ദിവസം മാറി താമസിക്കുമ്പോൾ പോലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ ഞാൻ നല്ലൊരു സിസ്റ്റം കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡാണ് മരിച്ചതെങ്കിൽ ഭാര്യനെ കുറച്ച് ദിവസം അവരെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി, അല്ലെങ്കിൽ വേറെയുള്ള വീട്ടിൽ കൊണ്ടുപോയി നിർത്തി, മക്കളുടെ വീട്ടിൽ നിർത്തി. കാരണം അന്തരീക്ഷം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അന്തരീക്ഷം മാറും, മാഹോല് മാറും, എല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും. എൻ്റെ സ്വന്തം അനുഭവമാണ്. അമ്മ മരിച്ച ശേഷം അച്ഛൻ ടു മച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ അർത്ഥം ഓരോ നിമിഷത്തിലും അമ്മയുടെ ഓർമ്മകൾ അച്ഛനെ വല്ലാതെ ഇങ്ങനെ വേട്ടയാടുന്ന പോലെയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അച്ഛനെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങളടുത്ത് കൊണ്ടുവന്ന സമയത്ത് ആശ്രമത്തിൽ കുറേ ആളുകളാണ്, കുറേ കുട്ടികളാണ്. അപ്പോൾ ഓരോരുത്തരും അച്ഛൻ്റെ അടുത്ത് അച്ഛാന്ന് പറഞ്ഞ് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ഡാൻസ് കളിച്ചും അച്ഛനെ നല്ലൊരു ഹാപ്പി മൂഡിലൊരു മേനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സെൻറ്ററിൽ വരുന്ന എല്ലാവരും, ആശ്രമത്തിൽ വരുന്നവരൊക്കെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ പോലെ പെരുമാറും, സ്നേഹത്തോടെ പെരുമാറും ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അച്ഛൻ പുതിയൊരു മനുഷ്യനായിട്ട് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് വലിയ അവസ്ഥ ഉണ്ടായാൽ പോലും നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഒരു ടൂള് കണ്ടെത്തുമ്പോൾ, എനിക്ക് സ്യൂട്ടായത് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ഷിഫ്റ്റിംഗ്, ഏത് വിധത്തിലാണോ എനിക്ക് ഏറ്റവും അധികം ചേരുന്ന രീതി, ആ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് മൂഡിനെ പെട്ടെന്ന് നമ്മൾ മാറ്റണം. കാരണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖം എന്ന് പറയുന്നത് ഇനി ഒരു ജന്മത്തിൻ്റെ അല്ലല്ലോ, കുറേ ജന്മങ്ങൾ എടുത്തതാണ്. പല കർമ്മങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ഉള്ളിൽ ഒരു ദുഃഖത്തിൻ്റെ ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാ മെമ്മറീസും പോയി ആക്റ്റീവ് ആവും. ചില മെമ്മറി ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല, പക്ഷേ ആസ് എ വൈബ്രേഷൻ ആയിക്കൊണ്ട്, ഇമോഷൻ ആയിക്കൊണ്ട് റെക്കോർഡായി കിടക്കുന്നുണ്ടാവും. അതുപോലും ഉണർന്നു വരും. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കരയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല, അത് അങ്ങനെയാണ് അവരുടെ നേച്ചറിന്. ആ നേച്ചർ എന്തുകൊണ്ടാണ് വന്നത്? ആ ദുഃഖത്തിൻ്റെ ഫയലുകൾ, ഇമോഷൻസ് അവിടെ അങ്ങനെ റെക്കോർഡായി കിടക്കുകയാണ്. അപ്പം അത് പോയിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയത്തേക്ക് ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, നമ്മൾ സ്വയം ഇത് തീയാന്ന് അറിഞ്ഞിട്ട് ആ തീയിൻ്റെ ഉള്ളിൽ പോയിന്ന് സ്വയം കത്താൻ അനുവദിച്ച് കൊടുക്കും പോലെയാണ് ദുഃഖം അല്ലെങ്കിൽ സങ്കടം. ഇങ്ങനെയുള്ള എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഉണ്ടാകുന്ന മൂഡിനെ മാറ്റാതെ അതിൽ നിൽക്കുന്നത് സ്വയം നമുക്ക് തന്നെ
തീയിൻ്റെ ഉള്ളിൽ നിന്ന് കത്താൻ അനുവദിക്കും പോലെയാണ്. അതുകൊണ്ട് സ്വയം ഒരിക്കലും കത്തിജ്വലിക്കരുത്. നമ്മളെ സ്വയം കത്തിച്ചുകൊണ്ട് നശിക്കരുത്. സന്തോഷിച്ചുകൊണ്ട് ജീവിതത്തെ സന്തോഷം നിറഞ്ഞതാക്കി മാറ്റണം. അങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.